ഇത് 2017 മെയ് മാസം ഒരു 14 തീയതിയാണ്. അപ്പൊ അന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കണ്ണൻ എന്ന് പറഞ്ഞൊരു ബൂത്ത് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പാർട്ടി പ്രവർത്തനം കൂടിയാണ്. പുള്ളിക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും കൂടെ അന്ന് സ്റ്റേഷനിൽ പോയി. അന്ന് ഞാൻ പുറത്തു നിന്ന സമയത്ത് ഈ കണ്ണനെ അജയ് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ മർദ്ദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പോലീസ് പരാതിയുമായി വരുന്ന അല്ലെങ്കിൽ പരാതിയുള്ളവരെ മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് പൊതുവെ ഉള്ളല്ലോ. അങ്ങനെ പോലീസിനെ അടിക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ അത് ചോദ്യം ചെയ്തു. അത് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നീ ആരുടെ അത് ചോദിക്കാനെന്ന് പറഞ്ഞായിരുന്നു പിന്നെ എന്നെ ആക്രമിക്കുന്നത്. അതിനുശേഷം എന്നെ തല്ലി പോലീസ് സ്റ്റേഷന്റെ പുറത്തിറക്കി. പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പുറത്തിരുന്ന് ഇപ്പൊ എന്നെ ഒരു കാരണവുമില്ലാതെ അടിച്ചതായതുകൊണ്ട് ആ അടിച്ച പോലീസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ അത് പുറത്ത് തന്നെ നിന്നു. അപ്പം എന്നോട് പോലീസ് അറിഞ്ഞ് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ നിന്നെയും അകത്താക്കുമെന്നുള്ള ഭീഷണിയും വിരട്ടലൊക്കെ ആയിരുന്നു. ഞാനത് കൂട്ടാക്കിയില്ല. ശക്തമായ പ്രതിഷേധമായി ഞാൻ പുറത്തു നിന്നു. കുറച്ച് കഴിയുമ്പോൾ കുറെ പോലീസുകാർ വന്ന് എന്നെ വലിച്ചകത്തു കൊണ്ടുപോയി. പിന്നെ ഒരു 10-60 തവണ എന്റെ ചെകിടത്തടിച്ചു. അപ്പം അതിനുശേഷം എസ് ഐ സമ്പത്ത് എന്ന് പറഞ്ഞ എസ് ഐ കടന്നു വന്നു. മുട്ടുകയറ്റി എന്റെ അടിവയറ്റിലും വൃക്ഷണത്തിലൊക്കെ ചവിട്ടി. പിന്നെ എന്റെ മുതുകില് കുറെ ഇടിച്ചു. അതിനുശേഷം ഒരു 10-100 തവണ ഇടിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനകത്തൊരു റൂമുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം എന്നെ എന്റെ നടുവിലും ഇടുപ്പിലുമായി ഒരു 10-100 ചവിട്ട് എന്നെ ചവിട്ടി. പിന്നെ ചവിട്ടി വീഴുമ്പോഴൊക്കെ എന്നെ എഴിക്കാൻ പറയും. ഞാൻ എഴിക്കുമ്പോൾ വീണ്ടും എന്നെ ചവിട്ടി തള്ളിയിടും. അങ്ങനെ ഇനി വല്ലാത്ത ശ്വാസം മുട്ടലും ശ്വാസം നിലയ്ക്കുന്നതും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി. മരണം പോലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടായി. ആ പോലീസുകാരുടെ കാലൊക്കെ പിടിച്ച് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഞാൻ അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ ഇങ്ങനെ പരാതിപ്പെടുന്ന ആളാണ്, ഇന്നൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വീണ്ടും ഉപദ്രവിച്ചു. അവസാനം എനിക്ക് വേറെ അനക്കമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ആ സമ്പത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് പോലീസുകാരെല്ലാം കൂടെ ഒരു ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറമുള്ള തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്നെ ഡംപ് ചെയ്തു. അപ്പൊ അവിടെ പറഞ്ഞത് ആക്സിഡന്റ് വഴി കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാണ് അന്ന് അവിടെ ഏൽപ്പിച്ചത്. ശരിക്കും അത് എവിടെയാണ് പോകുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കണ്ണൂർന്ന് നോക്കുമ്പോൾ ഒരു കുറെ പഴയ പേപ്പറും പിന്നെ വാഷ് ബേസൊക്കെ വൃത്തിയില്ലാത്തൊരു വാഷ് ബേസൊക്കെ ഉള്ള ഒരു ശുചിമുറി പോലുള്ള സ്ഥലത്താണ് എന്നെ ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ വല്ലാത്ത അന്ന് ഭയപ്പെട്ടു. ഇത് എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെ അന്ന് ഇപ്പോൾ നേമത്ത് വെച്ച് എനിക്ക് മർദ്ദിച്ചു വന്ന നാട്ടുകാരും പാർട്ടി പ്രവർത്തകരൊക്കെ അറിഞ്ഞു. അങ്ങനെ അവര് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിലും എന്നെ തിരക്കി പോയി. അതിന്റെ കൂട്ടത്തിൽ തിരുവല്ലത്തും വന്നു. അപ്പൊ തിരുവല്ലത്ത് വന്ന് പിന്നെ ഒരു വണ്ടിത്തറം പ്രദീപ് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ഷജീർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തിരുവല്ല സ്റ്റേഷനിലെ പാറാവര ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ല് പിടിച്ചടച്ചു. അപ്പോഴാണ് സംശയം തോന്നിയത്. പിന്നീട് എന്നെ ഈ ഷജീർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അകത്തുനിന്ന് ഇഴഞ്ഞു വന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ അവിടെ ഉള്ള കാര്യം അവർ സ്പോട്ട് ചെയ്യുകയും പിന്നെ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ സംഘടിച്ചു വന്ന് പിന്നെ പോലീസ് സ്റ്റേഷനകത്ത് കയറി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലായിരുന്നു അന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ അന്ന് പിന്നെ എന്റെ വൃക്ഷണത്തിലൊക്കെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്, രക്തം കെട്ടിപ്പിടിച്ചു. അപ്പൊ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്ത് അത് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഒരു നരമ്പ് എന്തോ രക്തം കെട്ടിപ്പിടിച്ചതാ. അപ്പം അന്ന് തന്നെയാണ് ശസ്ത്രക്രിയ ചെയ്തത്. അപ്പൊ ഇത് പിന്നെ ഇത്രയും വലിയ ഗുരുതരമായ പരിക്കും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും ഡിസ്ചാർജ് സമരയൊക്കെ വെച്ച് ഞാൻ DGPക്കും പോലീസിനൊക്കെ പരാതി കൊടുത്തു. പക്ഷെ ഒരു നടപടി സ്വീകരിച്ചില്ല. 7 വർഷത്തിന് ശേഷം ഒരു FIR ഇട്ടു. പക്ഷെ അവിടെയൊക്കെ ദുർബലമായ വകുപ്പിട്ടാണ്, ഗ്രീവിയസ് ആയിട്ടൊന്നും ഇട്ടില്ലായിരുന്നു. കാരണം ശസ്ത്രക്രിയക്ക് വിധേയമായ ആളാണ് ഞാൻ. എന്നിട്ടൊന്നും ദുർബലമായ വകുപ്പിട്ടാണ് കേസെടുത്തത്. അപ്പൊ അന്ന് തന്നെ എനിക്കെതിരെ ഞാൻ പോലീസ് ഇപ്പൊ ഈ അതിക്രമത്തിന് മുൻകൈ എടുത്ത സമ്പത്ത് എന്നുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാവുന്നു. ആൾ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്ന ആളല്ലേ? ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആളല്ലേ? അദ്ദേഹം ഇപ്പോഴും കമ്മീഷണർ ഓഫീസിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതിനുശേഷം നിരവധി തവണ അദ്ദേഹം SI പോസ്റ്റിലിരുന്നു. ലോ ആൻഡ് ഓർഡർ തന്നെയാണ് അദ്ദേഹത്തിന് SHOയും ലോ ആൻഡ് ഓർഡർ SI ആയിട്ടൊക്കെ അദ്ദേഹം ഇരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തിനെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ മാത്രമല്ല ഈ സമ്പത്തിന്റെ 3ാം മുറയ്ക്ക് ആദ്യമായി വിധേയമാകുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കണ്ണില്ലാതെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുടെ നട്ടെല്ലൊക്കെ ചവിട്ടി ഒടിച്ചിട്ടുണ്ട്. പിന്നെ പലരും പരാതി പിൻവലിച്ച് തീർപ്പായി അദ്ദേഹത്തിന്റെ ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും മുമ്പിലൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ആ പരാതിയുമായി ഇത്രയും കാലം സ്റ്റിക്ക് ഓൺ ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ FIR ഇടാൻ തന്നെ തയ്യാറായത്. ഇവിടെ എന്ന് പറയുന്നത് വലിയ അസ്വാഭാവികമായ ഒരുപാട് സംഭവം ഉണ്ടായി. കാരണം എന്നെ മർദ്ദിച്ചത് നേമത്ത് വെച്ചാണ്. പിന്നെ എന്നെ കൊണ്ട് ഡംപ് ചെയ്യുന്നത് വേറൊരു സ്റ്റേഷനിലാണ്. അപ്പൊ ഇങ്ങനെ നിരവധി പിന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ അന്ന് എന്നെ ശസ്ത്രക്രിയ, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജാണ്, സ്വകാര്യ ആശുപത്രിയിലല്ല. ഇത്രയും കൃത്യമായ രേഖകളും സംശയങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു അന്വേഷണം പോലും കൃത്യമായി പ്രഖ്യാപിച്ച് ഡിപ്പാർട്ട്മെന്റ് തല നടപടിക്കൊന്നും ഇദ്ദേഹത്തിനെ വിധേയമാക്കിയിട്ടില്ല. എന്റെ ആവശ്യം സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. കാരണം ഇദ്ദേഹം ഒരു ക്രിമിനലാണ്. ആരെ വേണോ തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ അന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു.
ഇന്നലെ വേറൊരാള് പിന്നെ അന്ന് പരാതിയുമായി പോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിരപരാധിയായ ആൾ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മരണപ്പെടുമായിരുന്നു. ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം അത്തരത്തിലാണ് ഉപദ്രവിക്കുന്നത്, ഒരു പോലീസിനും പിന്നെ ചേരാത്ത രീതിയിൽ. അദ്ദേഹത്തിനെ തന്നെ ഈ സമ്പത്ത് എന്ന് പറയുന്ന അയാൾക്കെതിരെ നിരവധി റിപ്പോർട്ടുകളുണ്ടായി. അദ്ദേഹം നോട്ട് ഫിറ്റ് ഫോർ ദ പോലീസ് എന്നൊക്കെ പറഞ്ഞുള്ള നിരവധി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ്. പരസ്യമായ രാഷ്ട്രീയ നിലപാട് പോലീസ് സ്റ്റേഷനകത്ത് സ്വീകരിക്കുന്ന ആളാണ്. കാരണം പോലീസുകാര് SI ആണെങ്കിലും നിയമം നീതി നടപ്പിലാക്കുന്നവർക്ക് പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നും പാടില്ല. ഒരു പിന്നെ നിഷ്പക്ഷമായി നിൽക്കണമെന്നുള്ളതാണ്. പക്ഷെ ഏത് അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയക്കാരനാണെങ്കിലും ശ്രീ ഷജീർ, ഏത് രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലി ചതയ്ക്കുക എന്ന് പറയുന്നതിൽ ഒരു യോജിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ, നിരവധിയായിട്ടുള്ള പരാതികളും CCTV ദൃശ്യങ്ങളും ഒക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ഈ ആഭ്യന്തര വകുപ്പ് ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് താങ്കൾക്ക് കരുതുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ പറയുന്നത്, നമുക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും വലിയൊരു മൂന്നാം മുറയും ഇത്രയും വലിയ ക്രൂരമായ മർദ്ദനം ഏറ്റതിന്റെ തെളിവുകൾ പുറത്തു വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുജിത്തിന്റെ അടക്കം വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പീച്ചിയിലടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ ഞാൻ CCTV ഉണ്ട്, തങ്ങളെ നിരീക്ഷിക്കാൻ CCTV ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലീസും ഒരു മടിയുമില്ലാതെ പോലീസ് ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പം 2017 എന്റെ സംഭവം നടക്കുന്നത്. CCTV പോലും ഇല്ലാത്തപ്പോൾ എത്രമാത്രം ക്രൂരമായ മർദ്ദനമായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്. എനിക്ക് ശരിക്കും അത് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഏറ്റുവാങ്ങിയ മർദ്ദനം എന്ന് പറയുന്നത് ഒരു മൂന്നാം മുറ നേരിട്ട് അനുഭവിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യരോട് അങ്ങനെ പോലീസ് പെരുമാറാൻ പാടില്ല. നിയമപരമായി നമുക്ക് കോടതിയുണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ, നടപടിയെടുക്കാൻ നിരവധിയായിട്ടുള്ള പിന്നെ നടപടിക്രമങ്ങളുണ്ട്. ഒരു പോലീസ് മർദ്ദനവും ലോക്കപ്പ് മർദ്ദനവും പിന്നെ അത് നിയമവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അത് ഒരു മനുഷ്യനോടും കേരളത്തിലെ കേരളമാണല്ലോ പുരോഗമനവാദികളെന്ന് ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്ന ആളുകൾ. മലയാളികൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന സ്ഥലമാണല്ലോ. പക്ഷെ കേരളത്തിൽ തന്നെ മാതൃകാപരമായിട്ടല്ലല്ലോ കേരളത്തിലെ പോലീസ് പെരുമാറുന്നത്. അപ്പൊ പോലീസിനകത്ത് നിരവധി ക്രിമിനലുകളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും തുടങ്ങി വെക്കണേ ഇതുപോലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള. അപ്പൊ എല്ലാവർക്കും എതിരെ അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. ഞാൻ നിരന്തര സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. പിന്നെ ഒത്തിരി പോലീസിന്റെ മർദ്ദനം, ലാത്തി ചാർജൊക്കെ ഏറ്റ ആളാണ് ഞാൻ. എന്നെ മർദ്ദിച്ച അല്ലെങ്കിൽ എന്നെ ലാത്തി ചാർജ് ചെയ്ത ഒരു പോലീസിനെതിരെ ഞാൻ ഇതുവരെ ഒരു നടപടിയുമായിട്ടോ ഒരു പരാതിയുമായിട്ടോ കടന്നുപോയിട്ടില്ല എന്റെ ജീവിതത്തിൽ. നിരവധി 10-15 കൊല്ലമായി നഗരത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. നിങ്ങൾക്കെല്ലാം വിഷ്വൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഈ പോലീസ് ഇത് സമ്പത്ത് എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായി പിന്നെ ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു സൈക്കോ പോലെ പെരുമാറുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ വലിയ അപകടമാണ് കേരളത്തിലെ പോലീസ്. അപ്പൊ ഞാനത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ദുർബലരായ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സംരക്ഷണം പാർട്ടി ഒരുക്കിയതുകൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത്. എന്റെ പാർട്ടി പ്രവർത്തകരും എന്റെ പാർട്ടി നേതാക്കളും എല്ലാ സഹായം ചെയ്തതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. എനിക്ക് നിയമ പോരാട്ടം നടത്താൻ കഴിഞ്ഞത്. നിസ്സഹായനായ സാധാരണക്കാർക്ക് എങ്ങനെ നിയമ പോരാട്ടം നടത്താൻ കഴിയും? അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഞാൻ പറയുന്നത് എന്നെ മാത്രമല്ലല്ലോ മർദ്ദിച്ചത്, നിരവധി ആളുകളെ ഈ സമ്പത്ത് എന്ന് പറയുന്ന SI മർദ്ദിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കും. അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചു, അദ്ദേഹം സ്വന്തം ഏതോ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. ഞാൻ കേട്ടറിവാണ്, ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാടക കൊടുക്കാത്തതിന്റെ പേരിൽ വാടക ചോദിച്ചാൽ ആ വീട്ടുടമസ്ഥനെ പോലും കള്ളക്കേസിൽ ഇടിയും കൊടുത്ത് കള്ളക്കേസിൽ കൊടുത്ത് 14-15 ദിവസം റിമാൻഡ് ചെയ്തു എന്ന് വരെ കേട്ട വാർത്തകളുണ്ട്. എന്നെ നിരവധി സുഹൃത്തുക്കൾക്കെതിരെ അദ്ദേഹം ഇതുപോലെ മർദ്ദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹത്തെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുന്നത് അവിടെ ഒരു ലോറി ഡ്രൈവറെ ചെകിടത്തടിച്ചതുമായി ബന്ധപ്പെട്ട വിഷ്വല് പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത്. അപ്പം ഇദ്ദേഹം ഒരു ശിക്ഷാ നടപടിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതെ അത് അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേരളം ഈ പോലീസിനകത്തുള്ള ക്രിമിനലുകൾക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഒരു ശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കിട്ടേണ്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അർഹതപ്പെട്ട ബഹുമാനം കിട്ടേണ്ടതാണ്. ഇതിപ്പോ ഏതെങ്കിലും ഔദാര്യത്തിന്റെ പുറത്തല്ല. നമ്മുടെ ഒരു ഫ്രീഡം ഓഫ് റൈറ്റ് ഒക്കെ ഉള്ള നാട്ടിൽ, മൗലിക അവകാശങ്ങളൊക്കെ ഉള്ള നാട്ടിൽ ഈ പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് വിധേയമാകുക എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന് തന്നെ നാണക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ സാറെന്ന വിളി പോലും, പോലീസുകാരെ സാറെന്ന വിളി പോലും വിളിക്കാൻ പാടില്ല. അങ്ങനെ സാറെന്ന വിളി കേൾക്കുമ്പോഴാണ് അവർ കൂടുതൽ ഏതോ രാജാവാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് അവർ കടന്നു പോകുന്നത്. നമ്മൾ പേര് പറഞ്ഞ് വിളിച്ച് പോലീസ് നമ്മളെ പോലുള്ള ആളുകളാണ് എന്നൊരു പ്രിവിലേജ് മാത്രമേ ഉള്ളൂ എന്ന് അവർ ബോധ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മളെക്കാൾ എന്തോ കൂടുതൽ അമിതാധികാരം അവർക്കുണ്ട്. ആരെയും തല്ലാം, ആരെയും ചോദ്യം ചെയ്യാം, ആരെയും പേടിപ്പിക്കാം. ഒരു പ്രത്യേക അധികാരം കേരളത്തിലെ ഭരണഘടന ഇങ്ങനെ ഒരു ഭരണഘടന ഉണ്ട്, അങ്ങനെ കൊടുക്കുന്നു എന്നുള്ള ധാരണയിലാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമ്മളൊരു പുരോഗമന സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള മൂന്നാം മുറകളെല്ലാം അപരിഷ്കൃതമാണ്. അതിനെതിരെ ശബ്ദം ഉയരണം. ഇപ്പൊ നടപടി എടുക്കാത്തത് കൊണ്ട് അങ്ങനെ നടന്നില്ല എന്നുള്ളതില്ല. അപ്പൊ ഈ സർക്കാർ ആർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല പോലീസിനെതിരെ. സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ഉപദ്രവിക്കുമ്പോൾ അവർ ബോധപൂർവ്വം കണ്ണടക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം അത് സർക്കാരിന് ഒരു ഈഗോയാണ്.
അതിലുണ്ടാകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഈ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കെതിരെയുള്ള വിഷയത്തിൽ നടപടി സ്വീകരിച്ചാൽ സർക്കാരിന് എന്തെങ്കിലും അഭിമാന ക്ഷതമുണ്ടോ ക്ഷതം വരുമെന്നുള്ള ഒരു ചീപ്പ് ഈഗോയാണ് സർക്കാരിനെ അത് നയിക്കുന്നത്. ശരിക്കും നടപടി സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെ എന്തായാലും ഞാൻ നിയമ നടപടിയുമായി അത് ശക്തമായി മുന്നോട്ട് പോകും. ഇന്ന് 7 കൊല്ലമായി നടത്തുന്ന പോരാട്ടമാണ്. അവസാനം വരെയും കോടതിയിൽ, നെയ്യാറ്റിൻകര കോടതിയിൽ ഇത് കേസുണ്ട്. പിന്നെ അവസാനം വരെയും പോരാട്ടം നടത്തും. അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത് എനിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമല്ല. ഞാനത് അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടിൽ നിന്നുണ്ടായതാണ്. ഇനി ഒരാൾക്ക് ഇതുപോലൊരു സാധനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നെ പോലെ ഒരാൾ കൂടി അത് നിർത്തിയിട്ട് പോയാൽ ഇത് അവർക്കൊരു ഒരു അടി 1-2 അടി കൊടുത്തു അല്ലെങ്കിൽ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചാലും 2-3 ദിവസം കഴിഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് എന്തെങ്കിലും കാച്ചോ പ്രലോഭനമോ എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാമെന്നുള്ള ധാരണ കേരളത്തിലെ പോലീസിനുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം പരാതികളുമായി എല്ലാവരും അവർക്ക് നേരിടുന്ന ദുരനുഭവത്തിൽ അവർ ശക്തമായി നിയമ പോരാട്ടം നടത്തിയാൽ ഇതുപോലുള്ള പോലീസുകാരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം സർക്കാരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇതുപോലുള്ള മർദ്ദനങ്ങൾക്ക് വിധേയമാകുന്ന ആളുകൾ ആത്മധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഉള്ളത്. കാരണം സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഒരു ആഹ്വാനം ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.